അറിയിക്കുകയാണ്. ചാടിപ്പോയ രണ്ടുപേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് സാർ. ഓവർ ഓവർ. ചാടിപ്പോയ രണ്ടുപേരുടെ സിഫ അവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. ഓ, ഞാൻ CI സ്റ്റീഫൻ ഫിലിപ്പാണ്. പോലീസ് നിങ്ങളുടെ പുറകെയുണ്ട്. ഞങ്ങളെ വെട്ടിച്ച് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. നിങ്ങൾ ഈ കാണിക്കുന്നത് തീക്കളിയാണ്. വിത്തിൻ മിനിറ്റ്സ് നിങ്ങൾ അഴിക്കുള്ളിലായിരിക്കും. നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. ക്ഷമിക്കണം സർ, ഞാനിപ്പോ നിയമത്തിന് മുകളിലാണ്. ഇനി ഞാൻ പറയുന്നത് ലോകം കേൾക്കും. പ്രിയപ്പെട്ടവരെ, ഞാനങ്ങനെ ഫേസ്ബുക്ക് ലൈവ് വരാനുള്ള ഒരാളല്ല. എന്റെ പേര് താര. ഞാനൊരു നൃത്താധ്യാപികയാണ്. ഇനി 3 കൊല്ലത്തേക്ക് ഈ വീട് നിങ്ങളുടേതാണ്. ഇത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നിങ്ങളാ. തിരിച്ചു തരുമ്പോ എല്ലാം ഭംഗിയായിരുന്ന തന്ന 4 ലക്ഷം അണാപ്പൈ കുറവില്ലാണ്ടെങ്കിൽ തിരിച്ചു തരും. എന്തെങ്കിലും നശിപ്പിച്ചാൽ അതിന്റെ കാശ് മറിക്കണ്ട. മത്തായി സാറേ, കിച്ചൺ സിങ്കിലെ ടാപ്പ് പോയിരിക്കുക. ബാത്റൂമിലെ 2 ടൈല് പൊട്ടിയിട്ടുണ്ട്. അകത്തെ മുറിയിലെ തടികലമാരുടെ ഡോറ് കംപ്ലൈന്റ്. അതൊന്നും ഞങ്ങൾ ചെയ്തതാണ്. പിന്നീട് പറഞ്ഞിരിക്കരുത്. അത് നാളെ രാവിലെ തന്നെ മരകെട്ടികളെ വിട്ട് മത്തായി സാർ ശരിയാക്കി തരാം. അപ്പൊ ഇതങ്ങട് അപ്പൊ ശരി. അല്ലതാനെ നമ്മളിപ്പോ വന്നിട്ട് നേരത്തിനായി ഈ കണ്ട സാധനങ്ങളൊക്കെ ഇറക്കി വെക്കേണ്ടി വന്നു. എവിടെ നിന്റെ മോൾ എവിടെയാണ്? അമ്മാവാ, എന്റെ മാമന്റെ സെക്കൻഡ് ഹാൻഡ് സംഭവം കുറെ ഉണ്ട്. ഇവിടെ കിട്ടിയോ? ഇവിടെ വേഷിട്ട് പോയതൊന്നുമല്ല. ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടതാ. അത് ഇന്നൊന്നല്ല, 10-12 വർഷങ്ങൾക്ക് മുമ്പാ. അയ്യോ, നീ ഇതെവിടെ കുട്ടി ഇത്ര നേരം? ആ അമ്മ വരുമ്പോൾ എന്റെ ഒരു ഫ്രണ്ടിനെ ആറ്റുകൽ ആലമ്പുഴ വെച്ച് കണ്ടു. അവള് പറഞ്ഞു വർക്കല അവളുടെ വീട് തൊട്ടടുത്ത. വന്നാ വീട്ടിലും കയറി കടലും കണ്ടിട്ട് പോകാൻ. ജസ്റ്റ് അങ്ങോട്ട് പോയി വന്നു. അങ്ങോട്ട് വെച്ച് ഇതാണോ ചേച്ചിയുടെ മോള്? എന്തേ കണ്ടിട്ട് ചേച്ചിയുടെ അമ്മയുടെ തോന്നിയോ സാർ? ഒരിക്കലുമില്ല. നല്ല മുഖപരിചയം. എന്താ കുട്ടിയുടെ പേര്? എന്റെ ഒരു കൂട്ടുകാരിയുണ്ട് ശ്രീജ. അവളുടെ അതേ രൂപ. അരിയോ ഗോതമ്പോ പുറത്തിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താ കാര്യം? അല്ല, ഒരു കോഴി നിന്ന് കറങ്ങും. മീനു എന്നാണല്ലേ പേര്? ഇന്ന് രാവിലെ എങ്ങനെയായിരുന്നു? എന്തേ മാറ്റണോ? എന്തിന്? മീനു നല്ല പേരല്ലേ? എന്റെ പേര് മനു. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ഈ സിന്ധുവണ്ണനെ പോലെ റഫ് ആണെങ്കിലും ഉള്ളു ഭയങ്കര സോഫ്റ്റ്. ആയിക്കോട്ടെ. എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം. എന്ത് സഹായവും ചെയ്തു. ഞാൻ താരോട് പറയാം. ചേച്ചിയാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. താര ചേച്ചിയല്ല, അമ്മയാ. അമ്മയുടെ പേരാണോ വിളിക്കുന്നത്? പിന്നെ അമ്മയുടെ പേരില്ലാതെ അമ്മൂമ്മയുടെ പേര് വിളിക്കാൻ പറ്റുമോ? ഇത്തിരി ബഹുമാനമൊക്കെ വേണ്ടേ? എന്നാ പിന്നെ അമ്മയെ ബഹുമാനപൂർവ്വം APJ അബ്ദുൽ കലാം എന്ന് വിളിക്കാം. എന്താ ഈ സിന്ധുരാജ് താമസിക്കുന്നവിടെയല്ലേ? അവിടെ അല്ല, ഇവിടെ. XMLA 5 രംഗ ശോകൻ അറിയാൻ അതെ. എന്റെ ഫ്രണ്ട് ജിജോയുടെ വലിയൊരു പ്രോപ്പർട്ടി പ്രശ്നം വളരെ ഈസിയായി ഡീൽ ചെയ്തത് ഈ സിന്ധുവാ. ജിജു അങ്ങ് ദുബായിലായതുകൊണ്ട് ഞാൻ സിന്ധുവിനെ നേരിട്ട് വന്നൊന്ന് കണ്ട് ട്രീറ്റ് ചെയ്യാൻ സ്കോച്ചുമായിട്ട് വന്നതാ. ടച്ചിങ്സും ഇല്ലാതെ സിന്ധുവണ്ണൻ ഇവിടെ ഇല്ല എന്നാലും പറഞ്ഞു. എടോ, രാവിലെ വിളിച്ചപ്പോ വൈകിട്ട് വരാൻ പറഞ്ഞേ. സിന്ധുവണ്ണൻ ഇവിടെ ഇല്ല. സിന്ധുരാജ് നിങ്ങളോട് മലയാളത്തിലല്ലേ പറഞ്ഞ? സിന്ധുവണ്ണൻ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലെന്ന് പറയാൻ നീ ആരാടാ? ഏത് റാസ്കൽസാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടോ? എന്റെ വീട്ടുമുറ്റം എന്താണ്? കോർപ്പറേഷൻ കുപ്പം തൊട്ടിയോ? ഈ കണ്ട വേസ്റ്റുകളൊക്കെ നിർത്താൻ അതണ്ണ പുതിയ താമസക്കാര് വന്നപ്പോ എന്റെ നെഞ്ചത്തോട്ടാണോടാ വേഷണം ചെയ്തത്? ആരെയും കഥകളാണ്. അല്ല മോനെ, ഞങ്ങള് ഏത് മോൻ? അല്ല മോൻ. തിരിക്കുന്ന കൾച്ചറല്ലേ? പെട്ടിയും പാട്ടുകളും ഒക്കെ കണ്ടവന്റെ വീട്ടിൽ കൊടുത്തോണ്ട് വന്നിട്ട് മോനെ പൂരി എന്ന് വിളിച്ചോണ്ട് വരാൻ അവറ്റൊരു ബോർഡ്. ചെയ്യല് അണ്ണ വേണ്ട. ഇതെന്റെ അതിരാണ്. ഇതിനപ്പുറത്തേക്ക് കാണരുത്. ആരുടെ ഒരൊറ്റ സാധനങ്ങൾ ബാഗ് കിട്ടി ഇറക്കി വെക്കുമ്പോ അവിടെ വെച്ച് പോയതാ. ഇനി ആവർത്തിക്കരുത്. ഇല്ല, ആവർത്തിച്ച എല്ലാം കൂടി വായിട്ട് കത്തിച്ചാൽ ആണുങ്ങൾ തമ്മിൽ സംസാരിച്ചോട്ട് നിൽക്കുന്നല്ലേ?
ആണുങ്ങൾ ഇടപെടുന്ന വിഷയത്തിൽ പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, മുണ്ടും മടക്കി കുത്തി വന്നത് ചുമന്നു മാറ്റ. ആണുങ്ങളുടെ കാര്യത്തിൽ പെണ്ണുങ്ങൾ ഇടപെട്ടില്ലായിരുന്നെങ്കിലേ ഒരൊറ്റ മോനിന്ന് ഭൂമിയിൽ ജനിക്കില്ലായിരുന്നു. പിന്നെ അല്ലാണ്ട് ആണോ പെണ്ണ് ആ ലോകം മാറി. വിവരമുള്ള ആണുങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അതില്ലാത്തവരാ ഇപ്പോൾ ചോദിക്കുന്നത്. ആണ് ജോലി ചെയ്യാൻ പറ്റുമോ? ആണിനെ പോലെ മുണ്ട് മടക്കി കുത്താൻ പറ്റുമോ? പറ്റും സാറ്. പക്ഷേ പെണ്ണ് മുണ്ട് മടക്കി കുത്തിയ വീട്ടിലിരിക്കുന്ന ഭാര്യ മോളെ മറന്നുകൊണ്ട് തുപ്പലും ഒളിപ്പിച്ച് ചിലവന്മാര് വരും എന്ന അറിവ് കൊണ്ട് പെണ്ണ് കാണിക്കുന്ന മര്യാദ ഇത്. ഇനി നിങ്ങളുടെ ഏരിയ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ അപ്പൊ ബത്തായി സാർ ഇടപെടാ. അത് പറ്റില്ല സാറേ. ഒരു പെൺകുച്ചുള്ള വീടാ ഇത്. അത് പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടൊരു വഴി? അല്ലെങ്കിൽ പിന്നെ വീട് ഒഴിയുകയില്ലാതെ വേറെ വഴിയില്ല. ഒരാഴ്ച സമയത്തിനകത്ത് വേറെ വീട് കണ്ടെത്താം. എന്റെ കാതിലുള്ളത് കൂടി പണയം വെച്ച് തന്നതാ ആ 4 ലക്ഷം രൂപ. അതുവരെയുള്ള വാടക എടുത്തിട്ട് ബാക്കി തന്നാ മതി. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും. മത്തായി സാറിനത് പ്രശ്നമാണല്ലോ മോളെ. നമ്മള് വെച്ച എഗ്രിമെന്റ് പ്രകാരം അങ്ങനെ കാശ് അതിലേക്ക് തരാൻ പറ്റില്ലേ? 3 കൊല്ലത്തെ ലീസാണേ. അത് കഴിഞ്ഞേ കാശാ കിട്ടൂ. അതല്ല പിൻവലിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ 1 കൊല്ലെങ്കിലും ഇവിടെ താമസിച്ചിരിക്കണം. ഒഴിക്കാൻ വന്നവൻ ഒഴിച്ചാ മതി, ഉണ്ടാക്കണ്ട. അവന് ഒഴിപ്പുകാരനൊന്നുമല്ല, എന്റെ അനിയൻ അതിനെ ആവശ്യത്തിന് കുടിക്കണ. കുടിക്കുമ്പോ മൂക്കും മണ്ണിൽ മുട്ടുന്ന പോലെ കുടിക്കണം. നാക്കിന് 6 മുഴം നീളമുള്ള വെങ്കത്തേക്കുള്ള വീടല്ലേ അവിടെ അവരുടെ ശബ്ദം എന്നതുപോലെ ഇവിടെ നമ്മുടെ ശബ്ദം. മണിമലയിലെ ഷാപ്പിലെ കള്ളളിയ ഒരു ചെറുതൊഴി ചോളത്തിൽ പാടലിയ. മണിമലയിലെ ഷാപ്പിലെ കള്ളളിയ ഒരു ചെറുതൊഴി ചോളത്തിൽ പാടലിയ. മണിമലയിലെ ഷാപ്പില് കള്ളളിയ ഒരു ചെറുതൊഴി ചോളത്തിൽ പാടലിയ. നല്ല കുടം പുളിച്ചാലിച്ച മീൻകറി വേണ്ടേ, മുളകിട്ട് മൂപ്പിച്ച താറാവ് വേണ്ടേ, നുറയണ മാതക മോഹിനി ആമിനി ഇവളൊരു ജഗമുകയാണേ. നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ ജോലി എന്താണെന്നോ എനിക്ക് അറിയില്ല. അറിയുകയും വേണ്ട. ജീവിക്കാൻ വേണ്ടി ഒരു കുഗ്രാമത്തിൽ നീ ടൗണിൽ എത്തിയതാ. ഇവിടുത്തെ ജീവിത ചെലവുകളും മറ്റും താങ്ങാനാവുമോ എന്നുപോലും എനിക്കറിയില്ല. കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് അവളെ ഒരു വക്കീലാക്കണം. നീതിയും നിയമവും കാരണം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ എന്റെ മകൾക്കെങ്കിലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മയാ ഞാൻ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. നിങ്ങൾ എന്ത് കാട്ടിയാലും എനിക്കൊരു വിഷയമല്ല. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ എനിക്കൊരു വിഷയമല്ല. നീ പൊരിച്ചു തകർത്തു കിടക്കി. ഇവിടെ ഡാൻസ് ക്ലാസ് നമ്മൾ പൊരിക്കും. ഇതെങ്ങനെയുണ്ട്? താരയുടെ അത്ര പെർഫെക്റ്റ് ആയോ? അതിനാണ് ഇച്ചിരി കൂടി മുറ്റണം. ആ കുഴപ്പമില്ല. അല്ലെങ്കിലും അവനവന്റെ ജോലിയല്ലേ അവരോർപ്പില്ല. ഫോണ് കൊടുത്ത ചിരിച്ചോണ്ട് ഇന്നലെ ഇവിടെ നടന്നത് എന്താണെന്ന് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞോണം. എന്റെ കൈക്ക് മെനക്കേടുണ്ടാക്കരുത്. എനിക്കൊന്നും അറിയില്ല സാറ്. അറിയില്ല? ഇല്ല. സ്വന്തം വീടിന് മുകളിൽ ഒരുത്തനൊരാളുടെ തലമണ്ട അടിച്ചു പൊട്ടിച്ച് കൊല്ലാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. ഇടോ XMLA അശോകന്റെ അളിയനെതിരെ ഒരു വധശ്രമം നടന്നായി പരാതി കിട്ടിയിട്ടുണ്ട്. ഇയാളേക്ക് വന്നേ. നിന്റെ പേരെന്താ? താര. നിന്റെ പേര് പറഞ്ഞായിരുന്നു ആക്രമണം എന്ന് മൊഴിയിലുണ്ട്. ഇതാരാ? എങ്കി മോള് പറ. മുകളിലത്തെ മാമനെ അകത്തെവിടെയാ അമ്മ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നേ? സാർ എന്തൊക്കെയാ പറയുന്നേ? ഇത്
പോയതാ. സാറ് ക്ഷമിക്കണം. സാറിന് അകത്ത് കയറി നോക്കണമെങ്കിൽ നോക്കാം. ഇപ്പോഴല്ല, പ്രോപ്പർ വാറണ്ടും വനിതാ പോലീസുമായി വന്നിട്ട്. കൊച്ചേ, ഈ നിയമം എന്ന് പറയുന്നത് ഇരുതലമൂർച്ചയുള്ള വാളാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു നിയമപ്പിഴവെങ്കിലും ചെയ്യാതെ ഒരു മനുഷ്യർക്കും ജീവിച്ചു മരിക്കാനാവില്ല. അത്തരത്തിലുള്ള ഒരു പിഴവ് നിങ്ങൾക്കും വരും. അവരെവിടെയുണ്ടെങ്കിലും എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ പൊക്കും. ഞാൻ അകത്തല്ല സാറേ, പുറത്താ. ദാ ഇവിടെ. സാറേ, അവര് പാവങ്ങളാ. അവര് വെറുതെ വിട്ടേ. വന്ന് വണ്ടി കയറണം. ഒന്ന് കൂളാവും സാറേ, അതിന്റെ കാര്യമൊന്നുമില്ല. എന്റെ വീട്ടിൽ കയറി വന്ന ഒരുത്തരനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി പ്രതികരിക്കാൻ ഞാൻ അതൊക്കെ കോടതി നിന്റെ വക്കീലിനോട് പറയാൻ പറഞ്ഞാൽ മതി. വക്കീൽ തന്നെ പറയുന്നത്. അഡ്വക്കേറ്റ് സിന്ധുരാജ് MA LLB. ഇവിടെ വന്നത് മുതൽ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. എന്താണെന്നറിയാത്ത, എന്തിനാണെന്നറിയാത്ത ഒരു പേടി. അവരേതോ പ്രശ്നത്തിന്റെ ഇരകളാണ്, അല്ലെങ്കിൽ അവർ പ്രശ്നക്കാരാണ്. എന്റെ അസസ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ അവരിങ്ങോട്ട് വന്നതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. അതൊക്കെ ഞാനറിയുന്നത് എന്തിനാണ്? വെറുതെ ഇങ്ങനെ പഞ്ചാരി അടിച്ച് നടക്കുമെന്നല്ലാതെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെണ്ണിനോടും സീരിയസ് ആയി പ്രണയം തോന്നിയിട്ടില്ല. എനിക്കത് അവളോട് തോന്നുന്നുണ്ട്. അത്യാവശ്യം ജീവിക്കാനുള്ള സെറ്റപ്പൊക്കെ എന്റെ കുടുംബത്തിലുണ്ട്. ഞാനത് നോക്കിയ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊരു പ്രണയം ഉണ്ടായിരുന്നു. 10-20 വയസ്സ് വരെ ഉണ്ടായിരുന്നു. കൊടുക്കും എന്നെ ഇട്ടേച്ച് UK ഒരു മെയിൽ നേഴ്സിനെ കല്യാണം കഴിച്ചു. ഒരുപാട് കാലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. വെറുതെ ഇങ്ങനെ പഞ്ചാരി അടിച്ച് നടക്കുമെന്നല്ലാതെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെണ്ണിനോടും സീരിയസ് ആയി പ്രണയം തോന്നിയിട്ടില്ല. എനിക്കത് ആദ്യമായി തോന്നുന്നത് മീനുനോടാണ്. ചത്ത് തലയ്ക്ക് നിൽക്കണ എൻ്റെ അമ്മയാണ് നേരെ. എന്നെ ഇഷ്ടപ്പെട്ടൂടെ? ഒരു പ്രശ്നമുണ്ടല്ലോ സാറേ. എന്റെ താരല്ലാതെ വേറൊരു ഇഷ്ടം എനിക്കില്ല. 4 വയസ്സ് മുതലുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛനില്ലാതെ ഒറ്റക്കൊരു കൊച്ചിനെ വളർത്താൻ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. മിഴി നനയുവതെന്തേ, വിട പറയുകയായോ, മഴമുകിൽ നിനവായോ, മറുമൊഴി കനവായോ. താനിവിടെ ഉണ്ടായിരുന്നോ? അയ്യേ, അപ്പോ മൊത്തം കേട്ടോ? മൊത്തമില്ല, കുറച്ച്. എനിക്ക് ഇഷ്ടം കൊണ്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലടോ. ഹേയ്, എന്താണ് പെണ്ണുമ്പിള്ളേ ഇത്? കരയാ? അതേടോ, കരയാ. സന്തോഷം കൊണ്ടാ, സന്തോഷം കൊണ്ട്. മുഴുവൻ പേര് താര ജയകുമാർ. ഈ ജയകുമാർ അച്ഛനാണോ ഹസ്ബൻഡാണോ? സാറ് എന്തിനാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഭർത്താവാണ്. അല്ല, ആയിരുന്നു. ഒരു ആക്സിഡന്റിൽ മരിച്ചു. സോറി, എന്റെ സുഹൃത്തിന്റെ സിസ്റ്ററിന് നിങ്ങളുടെ അതേ രൂപ അല്ല. സോറി. മൂക്കുത്തി വീഴാതെ പോടാ. മൂക്കുത്തി